ഗൈസ്, അപ്പോൾ മറ്റൊരു പുതിയ ചലഞ്ച് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചലഞ്ച് എന്താ അറിയോ? ഇന്ന് അടിപൊളി ഒരു ഗൈസ്, ഇന്നൊരു അടിപൊളി ചലഞ്ച് ആട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, എനിക്ക് ഇഷ്ടപ്പെടുന്ന, ഷാനുവിന് ഇഷ്ടപ്പെടുന്ന കിടിലൻ 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 ചലഞ്ച്. എന്താ ചെയ്യണമെന്ന് വെച്ച് പെൻഡിങ് ആക്കി വെച്ചിട്ട് നമ്മൾ വീണ്ടും പൊക്കിക്കൊണ്ട് വന്നേക്കോ. പറ. ബൈറ്റ്സ് ചലഞ്ച്. അതിന് ബിൽഡ് എന്തുവാ? അതിന് എത്ര ബൈറ്റ് ചലഞ്ച് എത്ര ബൈറ്റ് ഒന്നുമില്ല ഗൈസ്. നമ്മൾ ഇന്ന് ഫുഡ് ബൈറ്റ് ചലഞ്ച് ആണ് ഗൈസ്. നമ്മൾ ഇതിവിടെ ചെയ്യാൻ കൂടി ഫുഡ് ബൈറ്റ് ചലഞ്ച്. അല്ലാതെ പിന്നെ എന്തെങ്കിലും ബൈറ്റ് ചെയ്യാൻ പറ്റുമോ? ടോയ്സ് ബൈറ്റ് ചെയ്യാൻ പറ്റുമോ? കടിയാൻ കഴിച്ചാൽ അയ്യോ ഭയങ്കര കോമഡിയാ ഗൈസ്. അപ്പൊ നമ്മൾ എന്താ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് എങ്ങനെയാണ് ചലഞ്ച് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ തന്നെ അങ്ങ് പറഞ്ഞുതരാം. ചിലപ്പോ ഷാന്റെ കയ്യിൽ നിന്ന് പോയാലോ. സപ്പോസ് നമ്മളിപ്പോ ഒരു ഫുഡ് ഐറ്റം ആധികാരികമായി പറയാതെ ഓക്കെ, നമ്മളിപ്പോ രണ്ടുപേരും ഓരോ ബർഗർ വെച്ച് എടുക്കുകയാണെന്ന് വിചാരിക്കുക. അതിൽ എടുക്കുന്ന സമയത്ത് ഞാൻ പറയാം, ഞാൻ ഒരു 3 ബൈറ്റ് കൊണ്ട് ഞാൻ ഈ ബർഗർ കഴിച്ച് തീർക്കും. അപ്പൊ ഷാന് പറയാണ് ഞാൻ 4 ബൈറ്റ് കൊണ്ട് ഈ ബർഗർ കഴിച്ച് തീർക്കും. അപ്പൊ 3 ബൈറ്റ് കൊണ്ട് ഞാൻ ആ ബർഗർ തീർക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ വിൻ ചെയ്യും. ഞാൻ 4 ബൈറ്റിൽ അത് കഴിച്ചാലും ഏറ്റവും കുറച്ച് ബൈറ്റ് പറഞ്ഞ് വിൻ ചെയ്യുന്നത് ആരാണോ അവരായിരിക്കും വിന്നർ. അപ്പൊ അങ്ങനെ 4 റൗണ്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 4 റൗണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഇതെന്താ സാധനം ഒന്നും എനിക്കറിയത്തില്ല, കാരണം തന്നെ കയ്യിൽ മേടിച്ചോണ്ട്. അതെ, ഞാൻ രാവിലെ ഇവിടുന്ന് വണ്ടി എടുത്തോണ്ട് പോയി കുറച്ച് സാധനങ്ങൾ മേടിച്ചോണ്ട് വന്നു. ഷാന്റെ നേരത്തിൽ എന്താ കേട്ടോ, എന്തായാലും പറഞ്ഞിട്ട് തിന്നാൻ പറ്റുമോ? അൺബോക്സിംഗ് വീഡിയോ ആണ് ഗൈസ്. ഇത് അൺബോക്സിംഗ് വലിച്ച് പൊട്ടിക്കുന്ന സാൻഡ്വിച്ച് ആയിരിക്കും ഗൈസ്. ചിക്കൻ സാൻഡ്വിച്ച്. ഗൈസ്, അപ്പൊ നമുക്ക് ഫസ്റ്റ് ബൈറ്റ് ചെയ്യാനുള്ള ഐറ്റം ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. സംഭവം സാൻഡ്വിച്ച്. ഓ, അപ്പൊ ഇനി ഇതിന്റെ ഈ തോല് പൊളിക്കുന്ന ഒരു ഇച്ചിരി പണിയുള്ള, കാരണം കയ്യിലൊക്കെയാണ് ഗൈസ് അല്ലേ? കൊള്ളാല്ലേ, കാണാൻ നല്ല രസമുണ്ട്. ഇനി എന്താണ് പുള്ളിയുടെ പെർഫോമൻസ് എന്ന് അറിയില്ലല്ലോ. ഓക്കെ, അപ്പൊ നീ ഇത് എത്ര ബൈറ്റിലെടുക്കും? ഓ, ബൈറ്റ് പറയണല്ലേ, ബൈറ്റിന്റെ കാര്യം പറഞ്ഞു. ഇത് കഴിച്ചാൽ ഇത് ഞാനൊരു ഞാൻ റിസ്ക് എടുക്കുന്നില്ല. ഞാനൊരു 4 ബൈറ്റ്, ചിലപ്പോ ഇത് 3, 2 ഒന്നും കിട്ടിയ 4 ബൈറ്റിന് ഞാൻ ഇത് അകത്താക്കും ഗൈസ്. ഞാനൊരു 4 ബൈറ്റ്. എന്താടി 4 ബൈറ്റ് ആക്കി? ഞാൻ ആദ്യമേ 4 ബൈറ്റ്. ഈ കളിയിൽ അറിയാം ആരെയാണ് മുതുക്കുവാ. 4 ബൈറ്റ് ശരിയാണോ ഗൈസ്? നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാമേ. അത് ഒന്നിച്ച് ബൈറ്റ് ചെയ്യണോ അതോ അങ്ങനൊന്നുമില്ല? കാണട്ടെ നിന്റെ പെർഫോമൻസ് ആണ് ഗൈസ്. ഇപ്പഴേ പൊഴിഞ്ഞു തുടങ്ങി. അല്ല, എനിക്ക് 4 ബൈറ്റിന് ഇല്ലെന്ന് തോന്നുന്നു. എങ്കിലും കഴിച്ചു നോക്കാം കേട്ടോ. ഞാൻ മാറ്റട്ടെ. എന്ത് ഇനി ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ഗൈസ്. 4 ബൈറ്റ് 4 ബൈറ്റിൽ രണ്ടുപേരും കഴിക്കായിരിക്കും. രണ്ടുപേരും കഴിക്കുകയാണെങ്കിലും 2 കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ചെയ്യും. അങ്ങനെയല്ലേ? ബാലൻസ്ഡ് ആവും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ബൈറ്റ് എടുക്കാൻ പോണേ. ഫസ്റ്റ് ബൈറ്റ് ഗൈസ്. എനിക്ക് ബൈറ്റ് എടുക്കാൻ ഒന്നിച്ചെടുക്കാം. നീ എടുത്തത് എടുത്ത് ഞാൻ നിനക്ക് 4 ബൈറ്റ് പോവാണോ ഇത്? ഓക്കെ, ഞാൻ കഴിക്കാൻ പോവാം. ഞാൻ പറഞ്ഞ മുതുക്കുവാ. അത് ഇവിടെയാ, ഇവിടെ മുതുക്കുവാ. അതിന്റെ പൊന്നളിയാ എന്നാടാ പോയെ സംഭവം. അത് എനിക്ക് 4 ബൈറ്റിൽ പോകുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ആന് 2 ബൈറ്റ് വന്നിരുന്നു. അനങ്ങാൻ വയ്യ. സമൂസ അപ്പൊ നമ്മുടെ സെക്കൻഡ് ബൈറ്റ് ഒന്നിച്ചടിക്കാടാ. ഒന്നിച്ച് ബൈറ്റ് 4 ബൈറ്റ് തീരും. നിന്റെ പക്ഷെ 3 ബൈറ്റ് തീരായിരിക്കും. നെക്സ്റ്റ് സെക്കൻഡ് ബൈറ്റ്. നീ നോക്കിയിരിക്കുമ്പോ എനിക്ക് എന്താ പോലെ കേറില്ല. ചീങ്കലി വെള്ളത്തിൽ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി വരുന്നവരുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാൻ പോവാം. മുഖത്തൊക്കെ ഷാൻ പറഞ്ഞത് 4 ബൈറ്റാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അവർക്ക് 4 ബൈറ്റ് തീരും. എന്ത് തന്നെയുണ്ട് എന്റെ 4 ബൈറ്റ് തീരായി. നോക്കാം, തീരും. അടുത്ത തേർഡ് ബൈറ്റ് എനിക്ക് ഇവിടം വരെയെങ്കിലും ആക്കണം. അതെങ്ങനെ കേറത്തുണ്ടായിരുന്നു? കേറാം.
എങ്കിടാ ഇത് ഞാൻ കഴിക്കാൻ പോണ കേസ് നോക്കണേ. നീ ഇത്ര നേരം പട്ടിണിയായിരുന്നു. അത് നിങ്ങൾക്ക് കാര്യം നമ്മുടെ ഓൾമോസ്റ്റ് ചാനലിനകത്ത് ഫസ്റ്റ് വിന്നർ ആയിരിക്കുന്നത് ഷാൻ കേട്ടോ. അത് എന്റെ ബുദ്ധി, എന്റെ ബലം, അപ്പൊ എന്റെ ലാസ്റ്റ് ബൈറ്റ് ആണോ? അപ്പൊ ഞാൻ ഇത് കുത്തിയാൻ കയറ്റിയാലോ? നോക്കാം. നേരത്തെ എനിക്ക് ഭയങ്കരമായിട്ട് വാ തുറക്കാൻ പറ്റും. വാ തുറക്കാൻ പറ്റുന്നില്ല. ഞാൻ തുറക്കുന്നതിന്റെ അടച്ചു ആ പോയി 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 പോയി. ഇത് ഞാൻ കൊണ്ടുപോകണേ. അപ്പൊ നിനക്ക് 5 ബൈറ്റ് വേണല്ലേ? മുതുക്ക് ഇത് ഭയങ്കര വലിപ്പം വരും. അല്ലാതെ രണ്ടാമത് ചോറ് ഒറ്റയടിക്ക് വാരി കഴുകുമല്ലോ. ഓക്കെ നോക്കിയോ. ഹെവി 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 കാരണം ഹെവി ആയിട്ട് ഫുഡ് കഴിക്കുമെന്ന് മനസ്സിലായി. നല്ല പെർഫോമൻസാ. 4 ബൈറ്റ് കൊണ്ട് സാധനം ചെങ്ങോട്ടോ പോയി. എനിക്കിത് 4 ബൈറ്റ് തീർക്കാൻ പറ്റില്ല കേട്ടോ. എനിക്ക് ഇച്ചിരി ടഫായിരുന്നു. 5 ബൈറ്റ് വേണം. 5 ബൈറ്റ് ഇട്ടേ. 5 ബൈറ്റ് ഇട്ടേ. ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ തോറ്റിരിക്കുന്നു. സന്തോഷം. എനിക്കും 5ാമത്തെ ബൈറ്റിന് ബാലൻസ് നോക്കാൻ പോയിരുന്നു. വെറൈറ്റി പിടിച്ചാണ് മീറ്റ് പപ്സ്. ചെറുപ്പം കടിക്കുന്നു പറയാൻ പറ്റത്തില്ലല്ലോ. നല്ല പൊട്ടിച്ച് വലിയ പപ്സാടാ. വലിയ പപ്സാ. അതും വലിയ പപ്സാടാ. വലിയ പപ്സാ. വലുത് നോക്കി വാങ്ങിച്ചാ ഞാൻ. പൊടിയുണ്ട് വേണം. അത് വേണം. അപ്പൊ നമ്മുടെ 2ാമത്തെ റൗണ്ടിൽ നമുക്ക് കഴിക്കാനായിട്ടുള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞ മലയാളികളുടെ എന്താ ബേക്കറി പോകുമ്പോൾ ഒരു ദേശീയ ഭക്ഷണവും എന്നാൽ ഒരു കൂട്ടം ആളുകൾക്ക് കഴിക്കാൻ മേടിക്കാൻ ഇഷ്ടമല്ലാത്ത നാണം കെടുത്തിപ്പിക്കുന്ന ഒരു ഭക്ഷണം. അതെല്ലാം ഇതാവും ഗൈസ്. അപ്പൊ നമുക്ക് 2ാമത്തെ റൗണ്ടില് ഇത് എത്ര ബൈറ്റ് ചെയ്യും നമുക്ക് നോക്കണം. ഷാന് പറയട്ടെ ആദ്യം. ഷാൻ എത്ര ബൈറ്റ് തരും? 4 ബൈറ്റ്. എനിക്ക് 3 ബൈറ്റ്. അയ്യോ അത് ഇച്ചിരി കൂടി പോയി. ഞാൻ മുമ്പ് എത്താന്ന് പറഞ്ഞേ 4 ആയിരുന്നു. ഗൈസ് ഞാൻ ഇത് 3 ബൈറ്റിൽ കഴിച്ചു തീർക്കും. നോ ഡൗട്ട്. 3 ബൈറ്റിൽ കഴിച്ചാൽ ഞാൻ ജയിക്കും. നീ 4 ബൈറ്റിൽ പറഞ്ഞേ. ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. 3 ബൈറ്റ് ഫസ്റ്റ്. നിനക്ക് 4 ബൈറ്റിന്റെ ആവശ്യമില്ല. 3 ബൈറ്റിന്റെ ആവശ്യമില്ല. ഇതങ്ങ് അങ്ങ് അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. 4 ബൈറ്റ് 5 ആരും കുഴപ്പമില്ല. 5 ആരും കുഴപ്പമില്ല. നിനക്ക് 4 ആണ്. അങ്ങനെ പറയാൻ പറ്റും. നീ നമുക്ക് തോക്കും. എനിക്ക് തോന്നുന്നു ഞാൻ ജയിക്കും. ജയിച്ചാൽ മതിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് വലിയ ഫീലിങ്സ് ഒന്നും കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ പച്ച കഴിക്കാൻ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒന്നാടെ വെച്ചിട്ട് പൊക്കോ. അതിൻ്റെ കൂട്ടത്തില് ഈ പച്ച കഴിക്കുന്ന സമയത്ത് ഇവിടെ അണ്ണാക്കിലൊരു തരിപ്പ് പോലെ ഫീൽ ചെയ്യുന്ന ആർക്കെങ്കിലും ഉണ്ടെന്ന് വേണം. അത് എനിക്ക് മാത്രമാണ്. അങ്ങനത്തെ അസുഖം ഞങ്ങൾക്കൊന്നും ഇല്ല. ഞാൻ സീരിയസ്ലി പറഞ്ഞോളാം. വേറൊന്നും കഴിക്കുമ്പോ അങ്ങനെ തോന്നാറില്ല. ഇല്ല ഈ പച്ച കഴിക്കാൻ മാത്രമേ മണ്ടയ്ക്കുള്ള ഓയിലിന്റെ ഒരുന്നുണ്ടല്ലോ, അതുകൊണ്ട് വരുന്നതായിരിക്കും. ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ പണി വരും. ഗൈസ് അപ്പൊ നമുക്ക് ഇനി സെക്കൻഡ് ബൈറ്റ്. ഇച്ചിരി പാടാ അറിയിക്കും. ഈ കോൺ മനയൊക്കെ ഉള്ളത് മേടിച്ചോണ്ട് ടഫ് ആക്കണ്ടേ ഗൈസ്. വേറൊന്നും കിട്ടിയില്ല അതുകൊണ്ടാണ്. എങ്ങനെ കഴിക്കാം? സെക്കൻഡ് ബൈറ്റ് ആണേ. കഴിച്ചോ കഴിച്ചോ. സത്യം പറഞ്ഞാൽ എരിച്ചിട്ട് വയ്യ. നല്ലൊരു നീ 3 ബൈറ്റ് അല്ലേ മോനെ പറഞ്ഞേ? ശരിക്കും 4 ബൈറ്റ് ആണ്. അല്ലേ ഹൃദയം കഴിക്കും. അടുത്ത ബൈറ്റ് ഞാൻ കുത്തി കയറ്റും. തന്നെ കെട്ടി വെക്കാൻ പറ്റൂല. എന്നെ പോലെ കഴിയുമ്പോ തേർഡ് ബൈറ്റ് മടക്കി വെച്ചാൽ കേട്ടിട്ടെ. എന്നെ കൊണ്ട് ഇത് പറ്റുന്നില്ല. എനിക്ക് ബുദ്ധിമുട്ടാ പറയാം. 3 ബൈറ്റ് കംപ്ലീറ്റ് ചെയ്തു. അപ്പം എന്നെക്കൊണ്ട് ഓക്കെ നിങ്ങൾ വിൻ ചെയ്തു. എന്നെ കൊണ്ട് പറ്റത്തില്ല. പപ്സ് കഴിക്കാൻ പറ്റത്തില്ല.
അപ്പൊ അത് നമ്മള് ഈ റൗണ്ട് ഞാൻ വിജയിച്ചിരിക്കുന്ന കേസ്. അടുത്ത സാധനം കണ്ടിട്ട് എന്ത് ഇത് ബോണ്ടയാണോ പപ്സും ഉണ്ടെന്നും ചിലപ്പോ ബോണ്ടയും കൊണ്ടുവരാം. പപ്സ് എനിക്ക് അങ്ങനെ കൊണ്ടുവരില്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കേസ് ചലഞ്ച് ആണ്, നമ്മൾ എന്തും അക്സെപ്റ്റ് ചെയ്യണം. ഗൈസ് അപ്പൊ നമ്മുടെ തേർഡ് റൗണ്ട് ആണ്. തേർഡ് റൗണ്ടിൽ നമുക്ക് കഴിക്കാനായിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് ഡോണറ്റ്. യെസ് ഗൈസ്, അത് ഭദ്രമായിട്ട് കവറിന്റെ പുറത്തൊരു പേപ്പർ കവറിനകത്ത് വീണ്ടും ഒരു കവർ എവിടെ വാങ്ങി? കടയിൽ നിന്ന്. ഓഹോ ഞാൻ ചേച്ചി ചന്തയിൽ നിന്ന് വാങ്ങിയതാണ്. എനിക്ക് തോന്നുന്നു സൂരജൊക്കെ പറയുന്ന പോലെ നല്ല മുതുക്ക് സാധനം. ഗൈസ് അപ്പൊ നമ്മുടെ മൂന്നാമത്തെ റൗണ്ടിൽ നമ്മൾ ഡോണറ്റ് ആണ് കഴിക്കാൻ പോകുന്നത്. ഷാനു, നീ എത്ര റൗണ്ടിൽ ഈ ഉഴുന്നോടെ കഴിക്കും? പക്ഷേ ഈ ഡോണറ്റ് കഴിക്കും. ശരി, ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഡോണറ്റ് എഴുന്നോടാ. അതൊക്കെ വിടാ, നീ പറ. ഞാന് ഒരു 3 ബൈറ്റ്. ഞാനൊരു 2 ബൈറ്റ്. ഗൈസ് നമ്മൾ ചലഞ്ച് ആയിട്ട് എടുക്കണം. 2 ബൈറ്റ്. ഇത് ഞാൻ 2 ബൈറ്റ് എങ്കിൽ 2 ബൈറ്റ്. എനിക്ക് 2-ൽ പോകാൻ തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ 3. ഓക്കെ, നമുക്ക് ആദ്യത്തെ ബൈറ്റ് എടുക്കാമേ. എടുത്തു എന്നിട്ട് ഞാൻ ഒന്നിച്ചെടുക്കാത്ത. ശരി. ഓക്കെ, റെഡി അല്ലേ? ഇത് ഭയങ്കര കേട്ടോ. ഒരു കഷ്ണം അകത്തോട്ട് അനങ്ങാതെ അവിടെ നിൽക്കുക. അനക്കിട്ട് നാക്കുന്ന ഇളക്കിട്ട് ഇളകി വരുന്നില്ല. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചോട്ടെ. സെക്കൻഡ് ബൈറ്റ് ഞാൻ തീർക്കുന്നില്ല പറഞ്ഞു. ഞാൻ 2 ബൈറ്റാണ്. ഇവിടെ എല്ലാം ആയടാ. സെക്കൻഡ് ബൈറ്റ് നീ എത്ര 3 പറഞ്ഞു? മാക്സിമം പറ്റിപ്പോയല്ലോ. പോയി മോനെ പോയി. ഇനി ഞാൻ ആസ്വദിച്ച് കഴിക്കട്ടെ ഗായ്സ്. ഒട്ടകം നയ നടക്കുന്നവരുണ്ട്. ജയിച്ചല്ലേ വേറെ പോകുന്നു. പല്ല്, മോണ, അണ്ണാക്ക്, തൊണ്ട അന്നനാളം വരെ ചെന്ന് ചേർന്നത്. എനിക്ക് 2 ബൈറ്റിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. സാധനം ശരിയല്ല കേട്ടോ. എനിക്ക് 3 ബൈറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴാ ഷാന്റെ പല്ല കാണാൻ രസമുണ്ട്. മെയിൻറ്റെയിൻ ചെയ്താലോ? ഓക്കെ. എനിക്ക് ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി. ഡോണറ്റ് കഴിച്ചാൽ ചിരി വരും. ഫ്ലോപ്പല്ലേ? കേസ് അപ്പൊ ഈ റൗണ്ടിൽ 2 പേരും തോറ്റിരിക്കുകയാണ് സുഹൃത്തുക്കളെ.
അപ്പൊ ഇതുവരെ അടുത്ത റൗണ്ടിൽ ആര് ചെയ്യുന്നോ അവരായിരിക്കും വിന്നർ. ഫസ്റ്റ് ഞാൻ ജയിച്ചു, സെക്കൻഡ് റൗണ്ടിൽ ജയിച്ചു, തേർഡ് ടൈ ആയിപ്പോയി. അപ്പൊ ഇനി ഫോർത്ത് റൗണ്ടിൽ ആര് ജയിക്കുന്ന അവരായിരിക്കും വിന്നർ. യെസ്, ആണ് കൺഫേം ആണ്, ഒരു മാറ്റമില്ലല്ലോ ഗൈസ്. അപ്പൊ ഇനി ഫോർത്ത് റൗണ്ട്. മൂന്നാമത്തെ റൗണ്ട് കഴിഞ്ഞ് പല്ല് തേച്ചിട്ട് വന്ന് നാലാമത്തെ റൗണ്ട് കളിക്കുന്നത് ശരിക്കും ഭയങ്കര ടഫായിരുന്നു. ഭയങ്കര ടഫായിരുന്നു. അതെന്താന്ന് വെച്ചാൽ അവിടെ പോയിട്ട് നാക്കിട്ട് തിരിക്കാൻ നോക്കുന്നുണ്ട്, നോ രക്ഷ. അതോടെ ഒട്ടിപ്പിടിച്ചിരിക്കും അല്ലേ? അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, ചവയ്ക്കാനും പറ്റില്ല. അതൊരു കാര്യം എന്താ, നോർമലി ഇത് കഴിക്കാനേ കുഴപ്പമില്ല. നമ്മൾ ഈ ഫൈറ്റ് ചെയ്യുന്നവരല്ലല്ലോ ഉൾപ്പെടുത്ത്. പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്കൊന്ന് പപ്സ് അത്രയും പ്രശ്നം വന്നില്ല. അങ്ങനെ മൂന്നാമത്തെ റൗണ്ട് കഴിഞ്ഞ് ഞങ്ങൾ കുളിച്ച് പല്ലൊക്കെ തേച്ചിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. നാലാമത്തെ റൗണ്ട് വീണ്ടും എന്തോ ഒരു ഗതയാന്ന് തോന്നുന്നു. അത് ബർഗറാണ്. ഓ പടച്ചോനെ, ചിക്കൻ ബർഗർ. എനിക്ക് ചലഞ്ച് ചെയ്യുമ്പോഴായാലും അല്ലാത്തപ്പോഴായാലും ഈ ബർഗറിനോട് എനിക്ക് ഒട്ടുമേ താല്പര്യമില്ല. ഈ ബർഗർ പപ്സ് ഈ രണ്ട് സാധനവും എനിക്ക് ഇഷ്ടപ്പെട്ട ഗൈസ്. അപ്പൊ നമുക്ക് നാലാമത്തെ റൗണ്ടിൽ നമുക്ക് ബർഗർ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇനി ഇത് എത്ര ബൈറ്റില് കഴിക്കും എന്നാണ് അറിയേണ്ടത്. ചിക്കൻ ബർഗർ ആട്ടോ. ഷാനു നീ പറ, എനിക്കിത് കുറച്ച് വെയിറ്റ് വേണ്ടി വരും. 5 ഓക്കെ, എനിക്ക് 5 ഗൈസ്. എനിക്കും 5 വേണ്ടി വരും. 5 തികട്ടില്ല. ഡോണിട്ട് നിന്ന് ക്ഷീണിച്ചത് കാരണം അതിന്റെ ആ ഒരു എനർജി ഇവിടെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ 5 പറയുന്നു, ഷാനും 5 പറയുന്നു. പക്ഷെ ഇത് 5 തീരുമെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് 5 ബൈറ്റ് എങ്കിൽ 5 ബൈറ്റ്. ഇത് എവിടുന്ന് കടിക്കുന്നു? ഒരു സൈഡിൽ കൂടെ കടിക്കുമ്പോ അത് അപ്പുറത്ത് വെക്കും. ഇല്ല, പിള്ളേരെ കണക്കാ, പിടിച്ചാൽ നിക്കത്തില്ല. ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോകുന്നില്ലേ? അമ്പു അങ്ങനെയാ. അമ്പുനെ റൂമിൽ ഇട്ടിട്ട് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല കേസ്. അമ്പു റൂം കഥ അടച്ചിട്ട് പുതിയ പരിപാടിയാ കഥ അടയ്ക്കൽ. അപ്പൊ അത് കാരണം അമ്പു ഇങ്ങോട്ട് വിടുമ്പോ ഞങ്ങൾ അങ്ങോട്ട് വിടും. ആ പരിപാടിയാണ് ഇവിടെ. ഗൈസ് ഇത് ഫുള്ള് മയോണൈസ് ആട്ടോ. അതെ, ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. ഇറ്റ്സ് നോട്ട് ഹെൽത്തി. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് വലിയ ഐറ്റംസ് ഷാൻ ഇത് തുറന്നു കഴിക്കാൻ പോയി നോക്കിയതാ. കാരണം ഒരു ചെറിയ പീസ് ടൊമാറ്റോ, 2 പീസ് കുക്കുംബർ, പിന്നെ ഒരു പാറ്റി ആണോ? ഫാറ്റ് അല്ലേ ഗൈസ്, ഇത് കഴിച്ച ഫാറ്റ് വെക്കും. അതാണ് കഴിയാം. ഫസ്റ്റ് ബൈറ്റ് ആണ്, 5 ബൈറ്റ് ആണ് വന്നേക്കുന്നത്. ഫസ്റ്റ് ബൈറ്റ് ഞാൻ ഈ കവർ കളയുന്നത് താഴെ ഊർന്നു പോകും. റെഡിയില്ലേ? ഓക്കെ. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ അടുത്ത് വെക്കുന്ന ആൾ നമ്മളെ അറപ്പിക്കുന്നുണ്ട് കേട്ടോ. കണ്ടിട്ട് എനിക്ക് അറക്കരുത് അല്ലേ? ഇത് പോത്തില്ല, 5 ബൈറ്റിൽ ഇത് പോത്തില്ല. എന്റെ 1 ബൈറ്റ് എന്ന് പറഞ്ഞാൽ ഇച്ചിരിയേ ഉള്ളൂ. ഇതിപ്പോ നിന്റെ നോർമൽ ആയാലും ഇതിന്റെ അണ്ടവാ തുറക്കുക വരുന്നില്ല, ക്ഷീണിച്ചു. ആ ഡോണിട്ട് തള്ളി ഇറക്കാൻ വേണ്ടി കുറെ പരിശ്രമിച്ച് ക്ഷീണിച്ചു. അപ്പം സെക്കൻഡ് ബൈറ്റിലേക്ക് പോവാണേ. റെഡിയിടാ. ഇതെന്തായാലും എന്തായാലും നീ എന്താ ഓരോ വട്ടം കഴിക്കുമ്പോഴും ഓരോന്നേ വലിച്ചോണ്ട് പോകുന്നു. ഓക്കെ, അപ്പൊ ഞാൻ സെക്കൻഡ് ബൈറ്റ്. അവിടെ ആരാണ് അയക്കുന്നത്? മിസ്കി ചേട്ടൻ അയക്കുന്നത്. മിസ്കി ചേട്ടൻ നമ്മൾ അമ്പുനെ അപ്പുറത്താക്കിട്ടോ വീട്ടിൽ ചെയ്യുന്നില്ല. അമ്പ് സമ്മതിക്കില്ല. ഫുഡും കൂടെ ആയതാണ് അമ്പ് മൊത്തം അലങ്കോലമാക്കും. എന്തുവാ? ഞാൻ സെക്കൻഡ് ബൈറ്റ് എടുത്തിട്ടേ ഉള്ളൂ. എടാ നിന്റെ ബർഗർ നല്ല അട്ടടിക്കും, എന്റെ ബർഗർ നോക്കി അലങ്കോലം. ഇതെന്തുവാ കഴിച്ചത്? നീ കടിച്ചു പരിച്ചുകൊണ്ട് പോവല്ലേ? അതാ തീർക്കണ്ടടാ ഗൈസ്. അപ്പോൾ തേർഡ് ബൈറ്റ്. ഈ തേർഡ് ബൈറ്റ് പച്ചക്കറി വന്നേ കഴിയും. അതകത്ത് വന്നില്ല, ഞാൻ വീട് കൊല്ലാതെ. ഞാനപ്പോ തേർഡ് ബൈറ്റ് കഴിക്കാൻ പോണേ. എന്തായാലും 5 ബൈറ്റിൽ ഇത് ഓക്കെ അല്ല. എനിക്കൊരു 7 ബൈറ്റ് വേണ്ടി വരും തോന്നുന്നു. ഓക്കെ, ഞാൻ എന്റെ തേർഡ് ബൈറ്റ് എടുക്കാൻ പോണേ. എന്തോന്ന് ക്രൊക്കുന്ന സൗണ്ട് എല്ലാം കുട്ടിന്ന് പോലെ. ഷാനിങ്ങനെ ഒടിച്ചു കളഞ്ഞു, കടിച്ചൊടിച്ചു കളഞ്ഞു. കുക്കുംബർ ഇതിപ്പോ ഗൈസ് എന്റെ ഇപ്പൊ എത്ര ഫോർത്ത് ബൈറ്റില് ഞാൻ എത്ര ബൈറ്റ് ആയിരുന്നു പറഞ്ഞേ? 5. ഓക്കെ ഗൈസ്, എന്റെ 5 പോകും. 5 പോകും. എന്നെ കണ്ട എന്റെ മുഖത്തോട്ട് നോക്കി ഗൈസ്, ആരും അത്തപ്പ് ഇട്ട് പഠിക്കുന്നു. 5ാമത്തെ ബൈറ്റ് അല്ല 4ാമത്തെ ബൈറ്റേ. ഒരു കാര്യം, ഇത് അതിൽ ആഡ് ചെയ്യണം. ഇപ്പൊ 4 ബൈറ്റ് ആയി, ഇതും കൂടെ ആഡ് ചെയ്യണം. കാരണം അതിന്റെ പാറ്റി പകുതിയോട് തറയിട്ടിട്ടുണ്ട്. നമുക്ക് നീ അത് തിന്നുന്ന എനിക്ക് കാണണം.
ഞാൻ സ്പേസ് ചെയ്തിട്ട് ഞാൻ എടുത്തോളാം അല്ലയോ കുഴപ്പമില്ല, അങ്ങനെ എടുത്ത് വെക്ക്. അലങ്കോലം എടുത്ത്. അപ്പൊ ഇത് 4th ബൈറ്റ് എന്റെ 5ാമത്തെ ബൈറ്റ് ഞാൻ എടുക്കുവോ? ഞാൻ 4th ബൈറ്റ് എടുക്കട്ടെ. എന്നാൽ നീ 4th ബൈറ്റ് എടുത്തിട്ട് ഞാൻ 5th ബൈറ്റ് ഇട്ടു. ആ കട്ടി അല്ല നിനക്ക് തുറക്കുന്നില്ല നീ കളിക്കുന്നു പോയ മറ്റേ അത് അരയ്ക്കുന്നതുകൊണ്ടാണ് കഴിക്കുന്നത്. ഇവിടുത്തെ ഇങ്ങനെ വേദന എടുക്കണം. ഗൈസ് അപ്പം എൻ്റെ 5th ബൈറ്റ് ആണേ. ബൈറ്റ് എടുക്കാൻ ഇത് തീർന്നു. ഞാൻ മോനെ നീ ജയിച്ചു. ഗുഡ് ബൈ, ഗുഡ് ജോബ്, കൺഗ്രാജുലേഷൻ. എനിക്ക് വേണ്ട, നീ കൺഗ്രാറ്റ്സ്. ഗൈസ് അപ്പൊ ഫൈനലി ഈ ചലഞ്ചിൽ വിൻ ചെയ്തിരിക്കുന്നത് ഞാനാണ് ഗൈസ്. ശരിക്കും പറഞ്ഞാൽ ആ ഡോണറ്റ് കഴിച്ചത് നമുക്ക് ഭയങ്കര അബദ്ധമായി പോയി. ഡോണറ്റ് വാങ്ങണ്ടായിരുന്നു. ഡോണറ്റ് കഴിച്ചപ്പോ തന്നെ പകുതി ഫ്ലാറ്റ്, എന്റെ പിന്നെ ഒന്നും പോകുന്നില്ല. അതിനോട് എനിക്ക് ഫസ്റ്റ് കഴിച്ചാൽ മാത്രമേ ടേസ്റ്റില് ബെറ്റർ സാൻഡ്വിച്ച് ആയിരുന്നു. മറ്റേ ബർഗറും ഡോണറ്റും പിന്നെ ശരിക്കും പറഞ്ഞ ആ ഡോണറ്റ് കഴിച്ചത് ശരിക്കും ചിരിച്ചു. അത്രയും ചിരിച്ചിട്ട് ഇവിടെ എല്ലാം കഴക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വാ തുറക്കാൻ പറ്റുന്നില്ല, ഇവിടെ എല്ലാം വേദന എടുക്കുക. നോർമലി നല്ല വാ തുറക്കുന്ന ആളായിരുന്നു ഷാൻ. ഇപ്പൊ നല്ല വൃത്തിക്ക് വാ തുറക്കാൻ കുറെ നാളിന് ശേഷം പ്രത്യേകിച്ച് ഫുഡ് ചലഞ്ചില് ജയിച്ചിരിക്കുന്നു. അതെ ഗൈസ്, കുറെ നാളെ ഫുഡ് ചലഞ്ച് അല്ല, കുറെ നാളെ ശരി നമ്മളിപ്പോ ഈ പുതുതായിട്ട് തുടങ്ങിയ ചലഞ്ചുകളിലെല്ലാം ഞാൻ തോറ്റിരിക്കുകയാണ്. പക്ഷെ ഇന്ന് അതിന് വ്യത്യാസമുണ്ട്, ഞാൻ ജയിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എനിക്ക് മേടിച്ചതിനകത്ത് എന്തെങ്കിലും കലർത്തിയോന്ന് എനിക്കിടണം. പിന്നെ ഇതിനെ തോപ്പിക്കണം എന്റെ ഒരു പോടി. ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറക്കാതെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കണം ഗൈസ്. അപ്പോ ബൈ.